ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സാമൂഹ്യശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് TTI കണ്ണിവയൽ 1ാം വർഷ വിദ്യാർത്ഥികൾ ചീമേനി പോത്താങ്കണ്ടത്ത് കണ്ടെത്തിയ ചെങ്കല്ലറകൾ സന്ദർശിച്ചു. മെഗാലിത്തിക് കാലഘട്ടത്തെ ചരിത്രം അനാവരണം ചെയ്യുന്ന നിരവധി ചെങ്കല്ലറകൾ സന്ദർശിച്ചു. നെഹ്റു കോളേജിലെ ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ നന്ദകുമാർ അധ്യാപക വിദ്യാർത്ഥികൾക്ക് കാസർഗോഡ് ജില്ലയിലെ നവീന ശിലാസ്മാരകങ്ങളെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും ഫീൽഡിൽ ക്ലാസ് എടുത്തു. ഡോക്ടർ രതീഷ് P, സോജിൻ ജോർജ് KM, സിന്ധു VN, ഹൃദ്യ, കാവ്യ സുധാകരൻ, മുഫീദ PH എന്നിവർ സംസാരിച്ചു. സാറിന്റെ ക്യാമറ ഉണ്ടാ എന്നിട്ടാണ് സാറ് കൊണ്ടുവരുന്നത്. സാറിന്റെ ക്യാമറ ഉണ്ട്. നമുക്ക് ഡൗട്ട് വരും ആ സമയത്ത് ഉണ്ടായിരുന്നതെന്ന്. അപ്പം അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് കലഞ്ചിറ പോയാൽ മതി. അവിടെ പോയാൽ പുതിയ മൺപാത്രമാണ്. ഇപ്പോൾ ഡേറ്റ് നടത്തിയാൽ 1980 ഡേറ്റ് കിട്ടും. കാരണം ചില ആൾക്കാർ ഇപ്പോഴും ഒരു പ്രാക്ടീസായിട്ട് ആചരിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആദിവാസിയിൽപ്പെട്ട ഗ്രാമത്തിൽപ്പെട്ട ആൾക്കാർ എല്ലാ വർഷവും ഒരു ദിവസം കർമ്മം ചെയ്യാൻ പോകും. അപ്പം അങ്ങനെ വെക്കുന്ന പുതിയ മൺപാത്രമാണുള്ളത്. ആ മൺപാത്രം നോക്കി പഠിക്കുമ്പോഴും അബദ്ധം വരും. അപ്പോൾ ശരിക്കും നമ്മളൊരു എക്സ്പീരിയൻസാണ് ഏറ്റവും വലിയ ഘടകമായിട്ട് വരിക. ഇങ്ങനത്തെ ആദ്യം നമ്മുടെ നാട്ടിലൊരു 20ഓളം ഇതുപോലുള്ള സ്മാരകങ്ങളുണ്ടായിരുന്നു. അത് ഇപ്പോഴും നമ്മൾ തന്നെ 120 കണ്ടെത്തി. 140ലധികം സ്മാരകങ്ങൾ ഇതുപോലുള്ളത് നമ്മുടെ ജില്ലയിലുണ്ട്. ശരിക്കാം ഓപ്പൺ ആക്കാതെ ധാരാളം നമുക്ക് വേറെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കാൻ ബാക്കിയുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇതിനെപ്പറ്റി അറിയുന്നത്. അങ്ങനെയാണ് ലാസ്റ്റ് നിങ്ങളുടെ സ്ഥാനത്ത് തന്നെ ആൾക്കാരെല്ലാം വന്നിട്ട് ആർക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇവിടെ ഓപ്പൺ ആക്കിയത്. ശരിക്കും 2 സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് ആർക്കോളജി സർവേ ഓഫ് ഇന്ത്യയും ഒന്ന് ആർക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്ഥാപനമാണ്. ഇതിൻ്റെ അധികാരികത ഉള്ളത് ASIക്കാണ്. ആർക്കോളജി സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ തീരുമാനം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നാണ് പറയാറുള്ളത്. അപ്പോൾ നല്ല എക്സ്പേർട്സാണ് അതിലെ എല്ലാ മെമ്പർമാരും വരിക. അതിൽ കൺസർവേഷൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ഷാജി സാറാണ് ബേക്കൽ കോടതി അദ്ദേഹത്തിൻ്റെ ഓഫീസുള്ളത്. അപ്പോൾ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലയുടെ ചാർജ് ഷാജി സാറിനാണ്. പോയപ്പോൾ എന്നോട് അവിടെ വിളിച്ചു പറഞ്ഞു കോട്ട ഉണ്ടെന്ന്. അപ്പോൾ പോയി നോക്കുമ്പോൾ വലിയ കോട്ട. ആ പോർഷൻ കേരളയിൽ ആ കോട്ടയില്ല. പക്ഷേ കുമ്പളയിൽ അദ്ദേഹം 2 കൊല്ലം ഉണ്ടായിരുന്നു. 5-6 മാസം അവിടെ എക്സ്കവേഷൻ നടത്തിയിരുന്ന അജിത് സാർ. അപ്പോൾ അജിത് സാർ ഞെട്ടിപ്പോയി അങ്ങനത്തെ കോട്ടയുണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല സംഭവങ്ങളും നാട്ടുകാർ പോലും പറയാതെ പൂർത്തി വെക്കുമ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു കോട്ടയും ഒരു അമ്പലത്തിൽ പൊട്ടിയ ഭാഗങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല എല്ലാ കടങ്ങോട് കൂടിയിട്ട് നമ്മുടെ തൃശ്ശൂരുണ്ടായിരുന്ന വലിയൊരു സ്മാരകമുണ്ട്. വലിയൊരു 2 കേരളം 2000 രൂപയുടെ വലിയൊരു കോട്ടയുണ്ടായിരുന്നു. നെടുങ്കോട്ട പോലെ പേസ്റ്റ് ചെയ്തിട്ട് അതിൽ കല്ല് കയറ്റി വെച്ചിരുന്ന കോട്ടയാണ് അവിടെയുള്ളത്. അപ്പോൾ അത്രയും വലിയൊരു കോട്ടയെ പറ്റിയിട്ട് അവിടെ ഒരു ഒരു അമ്പലത്തിലെ കന്നഡയിൽ എഴുതിയ ഒരു മാസികയുണ്ട്. അതിലുള്ള സ്മാരകങ്ങൾ നമ്മൾ അറിയാതെ കിടക്കുന്നുണ്ട്. അതിന് പേരെടുക്കുകയാണെങ്കിൽ മുനിയറ എന്നുകൊണ്ടാണ് പറയുന്നത്. കാണുമ്പോൾ നമ്മൾ അപ്പോൾ പറയും ഇത് മുനിയുണ്ട് താമസിച്ച സ്ഥലമായിരിക്കും. ഇപ്പോൾ പേര് മുനിയറ എന്ന് കൊടുത്തു. അപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞ വാക്ക് ചെങ്കല്ലറ എന്നാണ് പറയുക. ഈ സ്മാരകങ്ങൾ മെഗാലിത്തിക് മോണമെൻ്റായിട്ട് ചെങ്കല്ലറകളുണ്ട്, പിന്നെ കൊടക്കലുകളുണ്ട്, തൊപ്പിക്കല്ലുകളുണ്ട്. അപ്പോൾ അതിൽ ഈ മുനിയറ എന്ന് വിളിക്കാൻ വേണ്ടി കാരണം മുൻ താമസിച്ച സ്ഥലം എന്ന പേരിലാണ്. ഇനി പല പേര് അറിയപ്പെടുന്നു. മുനിയറ എന്ന് ഇവിടെ അറിയപ്പെടുന്നു. തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ സാമിക്കുണ്ടെന്നറിയപ്പെടും. സാമി ഇരുന്ന് കുണ്ട്. അപ്പോൾ സാമിക്കുണ്ട്. കുറേ സാമിക്കൊണ്ട് പോകുമ്പോൾ സാമിമുക്ക്, ചീമന് സാമിമുക്കുണ്ട്. കുറേ സാമിക്കൊണ്ട് അടുത്തൊരു സാമിമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് അവിടുത്തെ പേര്. ഒരിക്കൽ പായത്തുനിന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു കൽപ്പത്തായം ഉണ്ട്. അപ്പോൾ അവർ വിചാരിച്ചത് അവർ പത്തായായിരുന്നു. ധാന്യങ്ങൾ വെക്കാൻ വേണ്ടി വലിയ പത്തായം. അപ്പോൾ കൽപ്പത്തായം. ആ കൽപ്പത്തായം പേര് ലോപിച്ച് പായം എന്ന പേര് സ്ഥലമാകും പോലെയായി മാറിയിട്ടുണ്ടായി. അതുപോലെ തന്നെ കാങ്കോല്, അവിടെ മുതലപ്പെട്ടി എന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഒരിക്കൽ മാതൃഭൂമി വിളിച്ച് പറഞ്ഞു അവിടെ നിധിവേട്ടക്കാർ വലിയ പ്രശ്നമുണ്ടെന്ന് പോയി നോക്കുമെന്ന് പറയും. പോയി നോക്കുമ്പോൾ ഇതേപോലുള്ള ഒരു സ്മാരകമാണ്. ഇവിടെ നിധിയൊന്നും ഉണ്ടാവില്ല. നിധി ഉണ്ടാവും. എങ്ങനെ നിധി ഉണ്ടാവുമെന്നറിയോ? ഇത് ലാൻഡ്മാർക്കാണ്. അത് നമുക്ക് നാട്ടുകാർക്കെല്ലാം അറിയാം ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്ന്. പക്ഷെ വേറെ ആർക്കും അറിയില്ല. കാരണം മൊത്തം മണ്ണ് മൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മറ്റുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും നാട്ടുകാർ? സമ്പത്തുള്ളവർക്ക് സ്വർണ്ണം കൊണ്ടുപോയിട്ട് വെക്കും. അവർ ഓടിപ്പോകും. പിന്നെ മടങ്ങി വരാൻ വേണ്ടി പോകുന്ന ആൾക്കാർ ചിലപ്പോൾ വഴിയിൽ കൊല്ലപ്പെടും. ആ നിധി അങ്ങനെ തന്നെ അവിടെ കിടക്കും. കുറേ നാളെ മാന്തി എടുക്കുമ്പോൾ നിധി കിട്ടും. അതിൽ പിന്നെ വിചാരിക്കും എല്ലായിടത്തും നിധിയുണ്ട്. ഇതിനുണ്ടാവുക ആകെ മൺപാത്രങ്ങളും പിന്നെ കുറേ ഭസ്മവും പിന്നെ പഴയ കത്തിയെ മാത്രമേ കെട്ടുകയുള്ളൂ. അപ്പോൾ നിധിയുടെ പേരിൽ വെച്ചുകൊണ്ടാണ് ട്രഷർ ഹണ്ടേഴ്സ്, നിധിവേട്ടക്കാർ പലതും പോയിട്ട് പൊളിച്ച് ലെവലാക്കുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ ഇങ്ങനത്തെ മാർക്ക് കണ്ടാൽ ഇവിടെ അരിട്ടപാറയുണ്ട്. അവിടെ എല്ലാം ഭൂമിയുടെ മുകളിൽ കുറേ മാർക്കിങ്സ് ഉണ്ട്. അവിടെ 2 മനുഷ്യ രൂപമുണ്ട്. പിന്നെ കുറേ മൃഗങ്ങളുടെ രൂപങ്ങളുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നത് അതിൻ്റെ വിലക്ക് വാങ്ങും. അപ്പോൾ ജോലിച്ചോട് പറയും അവിടെ നോക്കിയാൽ നിധി ഉണ്ടാവും. JCB കൊണ്ട് മാതി മുടിച്ച് കൊള്ളാക്കും.
അങ്ങനെ നിരവധി സ്മാരകങ്ങൾ. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC, നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.